അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ ആയാലോ? അതെ ഗൈസ്, ഇന്നൊരു സ്കിൻ കെയർ വേണ്ടിയിട്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സ്കിന്നൊന്നും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. എനിക്കാണെങ്കിൽ ഇതിനായിട്ട് മെനക്കെടാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നതങ്ങോട്ട് ചെയ്തേക്കാമെന്ന്. പെട്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനായിട്ട് ഞാൻ ഇങ്ങനെ മടിച്ച് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കര ടാനൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനെടുത്തതിപ്പോൾ കടലമാവാണ്. ആ പാത്രം ഞാൻ ഇതിനു മുമ്പും എന്നെ ഇതുപോലുള്ള പരിപാടിക്ക് സ്കിൻ കെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ തന്നെ വെച്ച പാത്രമാണ്. അതിൽ ഞാൻ ഓൾറെഡി മറ്റേ ചാർക്കോളിൻ്റെ ഫേസ് മാസ്ക് ആണോ അറിയില്ല, എന്തോ ഒരിക്കൽ തേച്ചിട്ട് അതിൻ്റെ കലയിപ്പൂ അവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്തത് കടലമാവും വെള്ളവുമാണ്. ചിലവർ പാലൊക്കെ ഒഴിക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് താഴേക്ക് പോയി എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാത്രിക്കാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അടുക്കളയിൽ പോയി തട്ടിമുട്ടയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ ഒച്ചപ്പാടായിരിക്കും, വെറുതെ എന്തിനാ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെള്ളം യൂസ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മുഖത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്തു. ഇത് ഓൾ ടൈം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് യൂസ് ഉണ്ടാവും, റിസൾട്ട് കിട്ടുള്ളൂ എന്നറിയാം. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ആസ്വദിച്ചാണ് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അറിയാതെ ഇങ്ങോട്ട് തുള്ളിപ്പോകുന്നത്. ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ അതിന് ടോപ്പൊക്കെ മാറ്റിയിട്ട് ചെയ്യുക ചെയ്തത്. കുറച്ച് ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. പിന്നെ വാഷ് ചെയ്യുന്നതിന് മുമ്പേ എടുക്കുകയാണെന്ന് വിചാരിച്ചെങ്കിലും സെയിം ഈ ഒരു കോലത്തിലായതുകൊണ്ടാണ് ഞാനത് ആ വീഡിയോ എടുക്കാഞ്ഞത്. ഞാൻ ഈ സ്കിൻ കെയർ കഴിഞ്ഞപ്പാട് ഞാൻ പോയിട്ട് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി അയൺ ചെയ്യാൻ പോയി. നാളെ എനിക്ക് കണ്ണൂരേക്ക് പോകേണ്ടതുകൊണ്ട് ഞാനത് ഓൾറെഡി അയൺ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്ത് ചടപടയാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ചടപടയായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തു. നല്ല ചെറിയ രീതിയിൽ എനിക്ക് ചെറിയ ഗ്ലോ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല സ്കിന്നൊക്കെ ചെറിയതായിട്ട് ബ്രൈറ്റൊക്കെ ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. ഈ കടലപ്പൊടി സ്കിന്നിന് ഡ്രൈ ആവുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ തേച്ചത്. അലോവേര ഉണ്ടെങ്കിൽ അലോവേര